ഏലൂർ മത്സ്യക്കുരുതിക്ക് ശേഷവും കമ്പനികൾ രാസമാലിന്യങ്ങൾ ഒഴുക്കുന്നത് കണ്ടെത്താൻ നിരീക്ഷണമില്ല. മത്സ്യങ്ങൾ ചത്തുപൊങ്ങിയതിന് കാരണം രാസമാലിന്യങ്ങളാണെന്ന് കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ലെന്നാണ് മലിനീകരണ നിയന്ത്രണ ബോർഡ് റിപ്പോർട്ട്. ഈ റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിൽ സബ് കളക്ടർ സമർപ്പിച്ച പ്രാഥമിക അന്വേഷണ റിപ്പോർട്ടിൽ സർക്കാർ ഇതുവരെ നടപടികൾ സ്വീകരിച്ചിട്ടില്ല. മലിനീകരണ നിയന്ത്രണ ബോർഡ്, കുഫോസ് അന്വേഷണ റിപ്പോർട്ടുകൾ, മത്സ്യ കർഷകരും പരിസ്ഥിതി പ്രവർത്തകരും നൽകിയ വിവരങ്ങൾ എന്നിവ അടിസ്ഥാനമാക്കിയായിരുന്നു സബ് കളക്ടറുടെ റിപ്പോർട്ട്. വ്യത്യസ്ത റിപ്പോർട്ടുകളാണ് മലിനീകരണ നിയന്ത്രണ ബോർഡും കുഫോസും നൽകിയിരുന്നത്. പെരിയാറിൽ രാസവസ്തുക്കൾ കലർന്നിട്ടുണ്ടെന്ന കുഫോസിന്റെ റിപ്പോർട്ടിന് വിരുദ്ധമായി രാസമാലിന്യം കലർന്നിട്ടില്ലെന്നും ഓക്സിജന്റെ അളവ് കുറഞ്ഞതാണ് മത്സ്യങ്ങൾ ചത്തുപോകാൻ കാരണമെന്നുമാണ് മലിനീകരണ നിയന്ത്രണ ബോർഡിന്റെ കണ്ടെത്തൽ. ഏലൂർ വ്യവസായ മേഖലയിൽ രാസമാലിന്യങ്ങൾ പെരിയാറിലേക്ക് പല കമ്പനികളും ഒഴുക്കുന്നുണ്ടെന്നും മലിനീകരണ നിയന്ത്രണ ബോർഡ് ഇത് കണ്ടില്ലെന്ന് നടിക്കുകയാണെന്നുമുള്ള പരാതികൾ ശക്തമാകുമ്പോഴാണ് ഇത്തരമൊരു റിപ്പോർട്ട് നൽകിയത്. വ്യത്യസ്ത കണ്ടെത്തലുകളായതിനാൽ വിശദമായ പഠനം വേണമെന്നാണ് കളക്ടർ, ചീഫ് സെക്രട്ടറി എന്നിവർക്ക് സബ് കളക്ടർ നൽകിയ റിപ്പോർട്ടിലുള്ളത്. എന്നാൽ ഇത്തരം വിശദമായ പഠനങ്ങൾക്കായി ഇതുവരെ ആരെയും ചുമതലപ്പെടുത്തിയിട്ടില്ല. പെരിയാറിലെ മത്സ്യക്കുരുതിയിൽ പരസ്പരം പഴിചാരുകയായിരുന്നു സർക്കാർ വകുപ്പുകൾ ചെയ്തത്. വ്യവസായ വകുപ്പിനെയും മലിനീകരണ നിയന്ത്രണ ബോർഡിനെയും കുറ്റപ്പെടുത്തി ജലസേചന വകുപ്പ് റിപ്പോർട്ട് നൽകിയപ്പോൾ ജലസേചന വകുപ്പ് മുന്നറിയിപ്പില്ലാതെ ഷട്ടറുകൾ തുറന്നതാണ് മത്സ്യങ്ങൾ ചത്തുപൊങ്ങാൻ കാരണമെന്ന ആരോപണത്തിൽ ഉറച്ചു നിൽക്കുകയാണ് മലിനീകരണ നിയന്ത്രണ ബോർഡ്. ജനം, കൊച്ചി.